ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ഖലീഫ ബോക്സ് ഓഫീസിൽ വൻപൻ വിജയം. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ്റെ ചിത്രം ഖലീഫ തിയേറ്ററുകളിൽ വൻപൻ വിജയത്തിലേക്ക്. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ അമർ അലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജിനു വി എബ്രഹാമാണ് രചനയും നിർമ്മാണവും നിർവഹിക്കുന്നത്. ചിത്രത്തിൽ ജിനുവിനോടൊപ്പം സരിഗമ ഫിലിംസും ചേർന്നാണ് നിർമ്മാണം. ചിത്രത്തിൻ്റെ കഥയുടെ പശ്ചാത്തലം സ്വർണ്ണക്കടത്ത്, പണം, അധികാരം, കുടുംബ ബന്ധങ്ങൾ, പ്രതികാരം എന്നിവയാണ്. കേരളത്തിന് പുറമെ വിദേശ ലൊക്കേഷനുകളിലും കഥ സഞ്ചരിക്കുന്ന തരത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജിനൊപ്പം ചിത്രത്തിൽ മോഹൻലാൽ, നിതിൻ നിലൽ, മുകേഷ്, ടൊവിനോ തോമസ്, മാളവിക ശർമ്മ, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, സത്യരാജ് തുടങ്ങിയ അനേകം പ്രമുഖ കലാകാരന്മാരും ഉണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സാന്നിധ്യമാണ് സിനിമ റിലീസിന് മുമ്പ് തന്നെ വലിയ ഹൈപ്പ് സൃഷ്ടിച്ചത്. ഖലീഫയുടെ ഔദ്യോഗിക ബഡ്ജറ്റ് നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഓൺലൈനിൽ പലതരത്തിലുള്ള ബഡ്ജറ്റ് കണക്കുകളാണ് പ്രചരിക്കുന്നത്. ഇവയ്ക്ക് ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ കോടിത്തുക പറയുന്നത് ശരിയല്ല. എന്നാൽ വിദേശ ലൊക്കേഷനുകളിലും വലിയ താരനിരയും ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ സ്ക്രീൻ ചിത്രമാണ് ഖലീഫ എന്നത് വ്യക്തമാണ്. റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന് മികച്ച പ്രീ ബുക്കിംഗ് ലഭിച്ചിരുന്നു. ഡേ 1 അഡ്വാൻസ് ബുക്കിങ്ങിൽ ഏകദേശം 1.54 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. 2,83,00,000 രൂപയാണ് ടിക്കറ്റിൻ്റെ അഡ്വാൻസ് ഗ്രോസ് കളക്ഷൻ. 578 തിയേറ്ററുകളായി 2282 ഷോകളാണ് കണക്കുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് വലിയ താല്പര്യമുണ്ടായിരിക്കുന്നു. ആദ്യ ദിന കളക്ഷൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഓഗസ്റ്റ് 20 റിലീസ് ചെയ്ത ഖലീഫ ഡേ 1 ഇന്ത്യയിൽ ഏകദേശം 5.35 കോടി നെറ്റ് ബഡ്ജറ്റ് നേടിയതായി കണക്കുകളിൽ പറയുന്നു. ഇന്ത്യൻ ഗ്രോസിൽ ഏകദേശം 5.68 കോടി എന്നാണ് റിപ്പോർട്ട്. അതിനാൽ കേരളത്തിൽ മാത്രം ഏകദേശം 4.5 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിന് പുറത്തും ചിത്രം മികച്ച രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. റിലീസിൻ്റെ ആദ്യ ദിവസത്തെ ഫലമായി ടാക്ടർ കണക്കെടുക്കുമ്പോൾ പ്രതികാരം ഇന്ത്യക്ക് പുറത്ത് ഏകദേശം 6 കോടി നേടിയെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ 12 കോടിയിൽ കൂടുതലാണ് വേൾഡ് വൈഡ് കളക്ഷൻ. എന്നാൽ ഇത് ട്രെൻഡ് ട്രാക്കർ കണക്കുകളിൽ ഒന്നാണ്. നിർമ്മാതാക്കളുടെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ലാത്തതിനാൽ ഇവയെ ഏകദേശം കണക്കായി കാണാം. ആദ്യ ദിനത്തിൽ ലഭിച്ച പ്രതികരണങ്ങൾ മിശ്രമായിരുന്നെങ്കിലും ഓണം റിലീസായതിനാൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ കളക്ഷനാണ് ഖലീഫയുടെ ബോക്സ് ഓഫീസ് ഭാവി തീരുമാനിക്കുക. പ്രത്യേകിച്ച് ഒരു കേരളത്തിൽ വലിയ സ്ക്രീൻ കൗണ്ട് ലഭിക്കുന്ന സാഹചര്യത്തിൽ വീക്കെൻഡിൽ കളക്ഷൻ ഉയരണമെങ്കിൽ സിനിമയ്ക്ക് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നേടിയാലേ സാധിക്കൂ. ഖലീഫയുടെ രണ്ടാം ഭാഗവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖലീഫ 2 ദ ലെഗസി എന്ന പേരിലാണ് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത്. അതിനാൽ മോഹൻലാൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായിരിക്കും തിരിച്ചെത്തും. പൃഥ്വിരാജ് അമർ അലിയായി തന്നെ തുടരും. ഒരു പ്രഖ്യാപനം തന്നെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഖലീഫയുടെ ആദ്യ ദിന കളക്ഷൻ 5.5 കോടിയും 5.68 കോടി ഇന്ത്യൻ ഗ്രോസും കൂടാതെ ഏകദേശം വേൾഡ് വൈഡിൽ 12.5 കോടി രൂപ എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഈ വീക്കെൻഡ് കളക്ഷൻ എത്ര ഉയരും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഖലീഫ 50 കോടി ക്ലബിൽ എത്തുമോ? കമൻറ്റ് ചെയ്യുക. ഇത്തരം ഏറ്റവും പുതിയ മലയാള സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.